ഏഞ്ചൽ ബിൻഡ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന വർക്ക് ഇതാണ്. ഈ ഫ്രോക്ക് തയ്ക്കാനാണ്. ഇത് ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കാനാണ്. പിന്നെ ഈ ലേസ് ഉണ്ടല്ലോ, ഈ ഷാളയിലെ ഈ തുണി തന്നെയാണ് ഷാളും. ഈ ഷാളയിൽ ഇരിക്കുന്ന ഈ ലേസ് ഉണ്ടല്ലോ, ഇത് ഈ കഴുത്തിന് പിടിപ്പിക്കണം. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഫാഷന്. അപ്പം ഞാൻ ഈ പറഞ്ഞു വരാൻ പോകുന്നത്, നമ്മൾ ഈ ഞുറിവ് ഇടുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഞുറിവാണ് നമ്മൾ ഈ ഫ്രണ്ടിലിട്ട് ഈ ബോഡിയുടെ അവിടെ തൊട്ട് താഴോട്ട് ഇട്ട് കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു ഞുറിവാണ്. അത് ശരിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം നമ്മൾ ഈ ലൈനിങ്ങിൽ എന്തോ എടുക്കണമെന്നറിയാവോ? ഇങ്ങനെ ഞുറിവിടരുത്. ലൈനിങ്ങെ ഞുറിവിടുമ്പോഴത്തേക്ക് ഈ ഞുറിവും ലൈനിങ്ങിന്റെ ഞുറിവും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ഇങ്ങനെ പൊങ്ങി നിൽക്കും ആ ഭാഗം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതിന് പകരം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ലൈനിങ് തന്ന തുണിയെ നമ്മൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അതായത് നമ്മുടെ ഇടവണ്ണ എത്ര ആണോ അതിന്റെ കൂടെ തയ്യൽ തുമ്പൂടെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഏറ്റവും തുമ്പ് ഭാഗം കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഏറ്റവും തുമ്പ് ഭാഗം ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യണം. വരച്ചിടണം. ആദ്യം തന്നെ മാർക്ക് ചെയ്തിടണം. എന്നിട്ട് നമ്മുടെ വണ്ണമാണ് ഇവിടെയും തയ്യലിനുള്ളത് ഇടണം, ഇവിടെയും തയ്യലിനുള്ളത് ഇടണം. പിന്നെ നമ്മുടെ ഇടവണ്ണം ഇവിടെ കണക്കാക്കണം. എന്നിട്ട് ബാക്കി ഭാഗം നമ്മൾ കോണോട് കോണാണ് ഇത് ഇട്ടിരിക്കുന്നത്. ക്രോസ് കട്ടിങ് ആയിട്ട് വെട്ടിയെടുക്കണം അടിയിലത്തെ ലൈനിങ്. എന്നിട്ട് നമ്മൾ എന്നെ എടുക്കണമെന്നറിയാം, ഇവിടം തൊട്ട് ഇവിടം വരെ നമുക്ക് എത്ര ഇറക്കമെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തണം. ലൈനിങ്ങിന്റെ എപ്പോഴും നമ്മൾ നല്ല തുണിയുടെ അടിയിലിടുന്ന ലൈനിങ് 2 ഇഞ്ച് കുറവേ ഇടാവുള്ളൂ. ഇല്ലെങ്കിൽ ആ ലൈനിങ് ചിലപ്പോൾ താന്ന് വരും താഴെ. അല്ലെ നടക്കുമ്പോഴൊക്കെ ലൈനിങ് കാണാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. പിന്നെ നമ്മൾ അത് അടയാളപ്പെടുത്തിയല്ലോ, ഇറക്കം എത്രയാണെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തി. പിന്നെ ഈ നടുക്ക് പിടിച്ചും കൊണ്ട് ഈ ഇവിടെയും ഇത് അടയാളപ്പെടുത്തണം, ഇറക്കം എത്രയാണെന്ന്. എന്നിട്ട് അത് റൗണ്ടായിട്ട് നമ്മൾ ഇങ്ങോട്ടും വരച്ചെടുക്കണം, പിന്നെ ഇങ്ങോട്ടും വരച്ചെടുക്കണം. ഉണ്ടോ? നമ്മൾ വരച്ചിട്ടേ ഇനി ഞാൻ ഇത് കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്ത് കാണിക്കാം. ഏഞ്ചൽ ബിൻഡ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന വർക്ക് ഇതാണ്. ഈ ഫ്രോക്ക് തയ്ക്കാനാണ്. ഇത് ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കാനാണ്. പിന്നെ ഈ ലേസ് ഉണ്ടല്ലോ, ഈ ഷാളയിലെ ഈ തുണി തന്നെയാണ് ഷാളും. ഈ ഷാളയിൽ ഇരിക്കുന്ന ഈ ലേസ് ഉണ്ടല്ലോ, ഇത് ഈ കഴുത്തിന് പിടിപ്പിക്കണം. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഫാഷന്. അപ്പം ഞാൻ ഈ പറഞ്ഞു വരാൻ പോകുന്നത്, നമ്മൾ ഈ ഞുറിവ് ഇടുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഞുറിവാണ് നമ്മൾ ഈ ഫ്രണ്ടിലിട്ട് ഈ ബോഡിയുടെ അവിടെ തൊട്ട് താഴോട്ട് ഇട്ട് കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു ഞുറിവാണ്. അത് ശരിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം നമ്മൾ ഈ ലൈനിങ്ങിൽ എന്തോ എടുക്കണമെന്നറിയാവോ? ഇങ്ങനെ ഞുറിവിടരുത്. ലൈനിങ്ങെ ഞുറിവിടുമ്പോഴത്തേക്ക് ഈ ഞുറിവും ലൈനിങ്ങിന്റെ ഞുറിവും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ഇങ്ങനെ പൊങ്ങി നിൽക്കും ആ ഭാഗം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതിന് പകരം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ലൈനിങ് തന്ന തുണിയെ നമ്മൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അതായത് നമ്മുടെ ഇടവണ്ണ എത്ര ആണോ അതിന്റെ കൂടെ